നമ്മുടെ റെസിപ്പി ഫിഷ് മോളിയാണ്. ഫിഷ് മോളിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് പുലാവിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മൈ നെയിം ഈസ് നിഷ. വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ നാരങ്ങാനീരോ വിനാഗിരി ഒന്നും അല്ല ചേർക്കാൻ. ഞാൻ നമ്മുടെ കുടംപുളിയുടെ തന്നെ 2 അല്ലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് മീനിന് മസാല ഇടാൻ പോകുന്നത്. നാരങ്ങാനീര് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ എനിക്കിത് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ കുടംപുളിയുടെ വെള്ളം എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു 500 to 600 ഗ്രാം നെയ്മീനാണ് എടുത്തേക്കണത്. നല്ലപോലെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതിന് ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുവാണ്. കാരണം ഉപ്പ് കൂടി പോകണ്ട. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഈ പുളിയുടെ വെള്ളം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുരുമുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനോട് പുളി വെള്ളത്തിലാണ് വെച്ചത്. അപ്പോൾ നമുക്കിനി 1/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി ഫ്രൈ ആവണ്ട, കാരണം വേവിക്കാനുള്ളതാണല്ലോ. നമുക്കൊരു ഒരു 2-3 മിനിറ്റ് ഇതിനെ ഫ്രൈ ചെയ്താൽ മതി. ആദ്യത്തെ സൈഡും രണ്ടാമത്തെ സൈഡും ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാം ഉണ്ട്. ഒരെണ്ണം തക്കാളിയുണ്ട്. ചിലർ തക്കാളി ഇടും, ചിലർ തക്കാളി. ഇപ്പോൾ ഞാൻ സത്യത്തിൽ തക്കാളിയുടെ ടേസ്റ്റ് ഒത്തിരി വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു കാണാനൊരു ഭംഗിയും കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് തക്കാളി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 ഗ്രാം ഇതും. പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കുക. ഞാൻ 15 ഗ്രാം ഉണ്ട്, ഇത് 3 ആണുള്ളത്. പിന്നെ ചെറിയുള്ളി ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ്, അതും 10 ഗ്രാമാണ്. അപ്പോൾ നമുക്കിതിനെയൊക്കെ അരിഞ്ഞ് വരാം മീൻ വറക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്ര വന്നാൽ മതി, കുറേശ്ശെ ജസ്റ്റ് ഒന്നിങ്ങനെ ആയാൽ മതി, വാടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇത്രയും ഫ്രൈ ആയാൽ മതി. എടുക്കുകയാണ്. അപ്പോൾ മീൻ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടാണ് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഗരം മസാലയെന്ന് വേണമെങ്കിൽ പൗഡർ ഇടാം, അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് നമുക്കിത് ഫുൾ മസാല ഇടാം. അപ്പോൾ ഞാനൊരു കറുവാപ്പട്ടയുടെ ഒരു പീസ്, ഒരു 3 ഏലയ്ക്ക, 3-4 ഗ്രാമ്പൂവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കണം വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിടാം. ഞാനിപ്പോൾ അരിഞ്ഞാണ് വെച്ചേക്കുന്നത്. അതെല്ലാവരുടെയും താല്പര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഞാൻ പച്ചമുളക് നീളത്തിലരിഞ്ഞ് നടുവേ കുളന്നിട്ടാണ്. ഇനിയിപ്പോൾ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നമുക്ക് ചെറിയുള്ളിയും സവോളയെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ചെറിയുള്ളിയും എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ ഇച്ചിരി മല്ലിപ്പൊടി കൂടി ഇതിനകത്ത് ചേർക്കുന്നതാണ് ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗരം മസാല ഇട്ടെങ്കിലും ഞാനൊരു ശകലം കൂടി, ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പൗഡറാക്കിയ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടുവാണ്. അത് ഒത്തിരി ഇടുന്നില്ല, 1/2 ടീസ്പൂൺ ഇടുന്നത്. 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണാണ് ഗരം മസാല ഇട്ടത്, കുറച്ച് മാത്രം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ, ഇതിപ്പോൾ 2ാം പാലാണ്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനൊരു അര തേങ്ങയുടെ, നല്ല വലിയൊരു തേങ്ങേൻ്റെ ഒരു അര തേങ്ങയുടെ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞതാണ്. ഇപ്പോൾ ഇത് 1.5 കപ്പ് പാലുണ്ട്. 2ാം പാലാണ്, ലൈറ്റ് പാലാണ്. അപ്പോൾ അത് ആദ്യം ഒഴിക്കുവാണ്. പിന്നെ നമ്മുടെ ഉപ്പൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം, ഉപ്പൊക്കെ അനുസരിച്ച് വേണം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിനകത്തോട്ട് എടുത്തിടാം. ഇപ്പോൾ നമ്മൾ ഈ തക്കാളി ഞാൻ വെറുതെ ഒരു ഭംഗിക്ക്, അപ്പോൾ ഇച്ചിരി നമുക്ക് ഈ സമയത്ത് ഈ തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാലൊഴിച്ച് എല്ലാം നല്ലപോലെ മിക്സായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാൻ തലപ്പാൽ ഒഴിക്കാം. ഫസ്റ്റ് എക്സ്ട്രാക്ട് ഒഴിച്ച് കറി വാങ്ങാം, കാരണം അത് കഴിഞ്ഞ് നമ്മൾ തിളപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഏകദേശം 1 കപ്പിന് 1.5 കപ്പുണ്ട് ഇത് പാല്. നമുക്കിതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് ഒത്തിരി മീൻ ഒടിയുമെന്നോ ഇളകുമെന്നോ ഇച്ചിരിയൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഷേക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഒരു ശകല ഉപ്പിന് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു തരി ഉപ്പൊക്കെ ഇട്ടു. ഏതായാലും സൈഡിൽ നിന്നൊക്കെ തിള വന്നിട്ടുണ്ട്. നമുക്ക് കറി ഓഫ് ചെയ്യുവാണ്. നമുക്ക് വാങ്ങി വേറൊരു അടുപ്പിലോട്ട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് സൈഡൊക്കെ തിളയ്ക്കാൻ തുടങ്ങും. നമ്മൾ വേറെ ചൂടില്ലാത്തൊരു അടുപ്പിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ പുറത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ ലിറ്റിൽ കേട്ടോ, ഇത്ര മതി. അപ്പോൾ നമുക്കിനി ഒരു കറി എടുത്തുമ്പോൾ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മോളി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇച്ചിരി കൂടി പുളി വേണമെന്ന് തോന്നുന്നു. ഞാൻ കുടംപുളി ഇട്ടതുകൊണ്ട് എനിക്ക് പുളിയുടെ പിന്നെ ആവശ്യമേ വന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ നാരങ്ങാനീരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചോ അല്ലെങ്കിൽ വിനാഗിരി ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഫിഷ് മോളി ഏറ്റവും ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം ബ്രെഡ് പിന്നെ അതുപോലെ പുലാവിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.